യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കാതെ മനുഷ്യൻ അവന്റെ പാപത്തെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അവന് 3 പാർട്ടുകളുണ്ട്. അവന് ആത്മാവ്, ദേഹം എന്ന് 3 പാർട്ടുകളുണ്ട്. പ്രൈസലോ. അവൻ മരിക്കുമ്പോൾ അവന്റെ ശരീരം ഇവിടെ ഭൂമിയിൽ ഒന്നിൽ അടക്കുന്നു, അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നു. പ്രൈസലോ. എന്നാൽ അവന്റെ ആത്മാവ് എവിടേക്ക് പോകും? ഇത് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ മനസ്സിലാക്കി അവന്റെ ആത്മാവ് ദൈവത്തോട് വസിക്കാൻ, സ്വർഗത്തിൽ പോകുവാൻ ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവപുത്രനായി ഇറങ്ങി വന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യന് പകരമായി മരിച്ചു. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി യേശു മരിച്ചു. യേശുവിന് മരിക്കേണ്ട ഒരു ആവശ്യമില്ല. യേശു മരിച്ച് അടക്കപ്പെട്ടത് എന്തിനാ? മനുഷ്യൻ പാപം സംബന്ധിച്ച് മനുഷ്യൻ ഭൂമിയിൽ വെച്ച് അവന്റെ പാപത്തെ മരിപ്പിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കണം. അതാണ് യേശു ക്രിസ്തുവിന്റെ ജനനം, മരണ, പുനരുദ്ധാനത്തിന്റെ ഉദ്ദേശമായിരുന്നത്. ക്രൈസ്തലോ. അപ്പൊ ഇവിടെ വെച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ഒരു മനുഷ്യന് യേശുവിന്റെ അടുക്കൽ സ്വർഗത്തിൽ കടന്നു പോകാൻ സാധ്യമല്ല. സ്വർഗത്തിൽ വസിക്കുന്ന ആര്? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. ക്രൈസ്തലോ. ആ ദൈവമാണ് സ്വർഗത്തിൽ വസിക്കുന്നത്. ദൈവം വസിക്കുന്നിടത്ത് പോകണമെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ വെച്ച് ദൈവത്തെ അന്വേഷിക്കുക. അത് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ഒന്ന് ഹൃദയം കൊടുത്തിരുന്നെങ്കിൽ ദൈവം ആരെന്നുള്ളത് ഒരു ഉപബോധം നമ്മുടെ ഉള്ളിലുണ്ടായേനെ. ഒന്നും വേണ്ട, അവനവരിയ്ക്കുന്ന ഇടങ്ങളിൽ, അവനവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവമേ നീ ആരെന്നൊന്ന് വെളിപ്പെടുത്തി തരാൻ ചോദിച്ചാൽ ഈ ദൈവം വെളിപ്പെടുത്തി തരും. കാരണം ജീവനുള്ള ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. സകല സങ്കടങ്ങളെ മാറ്റിത്തരുന്ന ദൈവമാണ്, നിത്യതയുടെ ദൈവമാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്, സമാധാനത്തിന്റെ ദൈവമാണ്, സമാധാനത്തിന്റെ രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തെ എവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചാലും ആ ദൈവം നിങ്ങൾക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭൂമിയിൽ വെച്ച് യേശുവിനെ കണ്ടെത്തി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മരണാനന്തരം സ്വർഗത്തിൽ പോകാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്.